പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ടാകുന്ന ഗുണവിശേഷണങ്ങളെപ്പറ്റി ആരാണ് വലിയ എന്ന വിഷയത്തിലാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 400 കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുത്ത മഹാനായിരുന്നു. അങ്ങനെ ആ 400 മുതഅല്ലിമീങ്ങളുള്ള ദർസ് വിട്ടുകൊണ്ട് അവസാനം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് നടക്കുവാനുള്ള കാരണം അള്ളാഹുവിനെ കണ്ടെത്തുക, അള്ളാഹുവിലായി ലയിച്ചു ചേരുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. താൻ അത്രയും വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയായിട്ടും അത്രയും വലിയ ദർസുകൾ നടത്തിയിട്ടും തൻ്റെ ചിന്തകൾ ആ ദർസിനും കിതാബുകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നുവോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പോയതിനെ പറ്റി നമ്മൾ കഴിഞ്ഞയാഴ്ച പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു വലിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്ത മുഴുവനും റബ്ബ് തആലയിൽ ലയിച്ചു ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. അയാൾക്ക് വലുത് സംഘടനയാവില്ല. നമ്മളൊക്കെ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ സംഘടന ഒന്നാമതാവരുത്. റബ്ബ്, ദീന്, അത് കഴിഞ്ഞിട്ട സംഘടന. ദീനെതിരെ, അള്ളാഹ്ക്കെതിരാണ് സംഘടനയെങ്കിൽ ആ സംഘടനയ്ക്ക് എതിര് നമ്മൾ നിൽക്കണം. അവിടെ റബ്ബിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ ഒരു വ്യക്തിയുമായി ഒരു വിഷയം വരുമ്പോൾ അത് ദീനിന്, അള്ളാഹുവിനെതിരാണെങ്കിൽ നമുക്ക് ആ വ്യക്തി പ്രശ്നമല്ല, റബ്ബാണ് നമുക്കവിടെ വിഷയം. ഏതോ ഒരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാൾ ദർസ് നടത്തി 100 കൊല്ലം ദർസ് നടത്തി അയാൾക്ക് തോന്നാണ്, മനസ്സിൽ തോന്നണ എൻ്റെ ദർസ് തരക്കേടില്ല, ആളുകളുടെ ഇടയിലൊക്കെ ഞാൻ വലിയൊരു മുദരിസാണെന്ന് തോന്നിയാ തീർന്നു അതോടുകൂടി. ഒരാൾ പള്ളിയിൽ ഇമാമ് നിന്നു, 40-50 വർഷം ഇമാമ് നിന്നു, അയാളുടെ മനസ്സിൽ തോന്നാവും ഞാൻ നല്ല പ്രഭാഷകനാണ്, എല്ലാവരും അറിയപ്പെട്ട ഇന്ന പള്ളിയിൽ ഇമാമ്, അടിമാലി പള്ളി ഇമാമ്, മറ്റേ പള്ളിയിൽ ഇമാമ്, ഇങ്ങനെ എന്ന് അയാളുടെ മനസ്സിൽ തോന്നിയാ തീർന്നു. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ രാജ്യഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ഇങ്ങനെ എല്ലാ സുഖാസ്വാദനങ്ങളോടുകൂടി അനുഭൂതിദായകമായ ആനന്ദ തുന്തിലമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ ദിവസം ചിന്ത വന്നു, പഠിച്ചോനെ, കൊട്ടാരത്തിൽ ഞാനിങ്ങനെ ജീവിക്കുമ്പോ, എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ റബ്ബ് മാറിപ്പോകുന്നുണ്ടോ, എന്റെ ചിന്താശകലങ്ങളിൽ നിന്ന് എന്റെ റബ്ബ് മാറിപ്പോകുന്നുണ്ടോ എന്ന ചിന്ത വന്നപ്പോ ചരാചര ലോകത്തെ ആകിനാൻ ഒട്ടുമേ ബാക്കിയില്ലാതെയാക്കിനാൻ, നാഥനില്ലാത്തവരാക്കിനാൻ മക്കളെ, നാഥാദിൻ ദർശന സായൂജ്യമത്തിലായി. എല്ലാത്തിന്റെയും ചിന്ത റബ്ബിലേക്ക് അങ്ങ് മാറണം, റബ്ബിലേക്കായി തീരണം. അതാണ് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഒരു ദിവസം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ തവാഫ് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനത്തെ ഇങ്ങനെ ഒരാൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് റബ്ബിലേക്ക് ഫനാ ആകണമെന്നാണ്, റബ്ബിലേക്ക് ലയിച്ചു ചേരണമെന്നാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഉറക്കെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ മനുഷ്യൻ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നിങ്ങനെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ചുറ്റുഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ചെല്ലുന്നത് കണ്ടപ്പോൾ വാനവറുകൾ ആ തവാഫ് കഴിഞ്ഞ് വരുന്ന മനുഷ്യനെ നോക്കിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, മനുഷ്യ യഅലം അന്നക ലാ തസാലു സ്വാലിഹീൻ, നീ സ്വാലിഹീങ്ങളിൽ പെടാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളിൽ പെടാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, എന്നാൽ നിനക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 6 കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സാലിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമകൾ നല്ല രൂപത്തിൽ നിർവഹിച്ച് സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നല്ല രൂപത്തിൽ കൊണ്ട് നടക്കുന്നവനാണ് സ്വാലിഹ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് സ്വാലിഹായ നല്ല വ്യക്തി എന്ന് പറയുന്നയാള്.
ആ സ്വാലിഹീങ്ങളിൽ പെടാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടാൻ നീ ആഗ്രഹിക്കുന്നുവോ? എന്നാൽ 6 കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. ഒന്ന് പറയുന്നു, തുഹല്ലികു ബാബൻ നിഅമതി വതഫ്തഹു ബാബശ്ശിദ്ദാ. തുഹല്ലികു ബാബൻ നിഅമ, നിഅമത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ നീ അടച്ചു കളയുക. ബാബുകളെ നീ തുറക്കുന്ന സമയത്ത് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ റബ്ബ് തആല നിനക്ക് തുറന്നു തരുമ്പോ വതഫ്തഹു ബാബശ്ശിദ്ദാ, അവർ പറഞ്ഞു കൊടുക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ ബാബുകള് അത് നിനക്ക് മുമ്പിലേക്ക് തുറക്കും. പലതരത്തിലുള്ള ഗുണങ്ങൾ അല്ലാഹു തആല നിനക്ക് നൽകും. ദുനിയവിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അത് നിന്റെ മുമ്പിലേക്ക് തുറന്നു തരുന്ന സമയത്ത് ശിദ്ദത്തിന്റെ, പ്രയാസത്തിന്റെ വാതിലുകളെ നീ എന്ത് ചെയ്യുക? നീ തുറക്കുക. നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണോ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ചു. നമ്മുടെ മുമ്പില് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ നൽകാറുണ്ട്. അല്ലാഹു തആല നിഅമത്തുകളെ പറയണമെന്നാണ്. മക്കൾ നിഅമത്താണ്, സമ്പത്ത് നിഅമത്താണ്, അതുപോലെ തന്നെ ആഭിജാത്യങ്ങൾ, പ്രൗഢിത്തങ്ങൾ എന്തെല്ലാം ദുനിയാവിൽ ലഭിക്കുന്നോ അതൊക്കെ റബ്ബ് തരുന്ന നിഅമത്താണ്. ആ റബ്ബ് തരുന്ന നിഅമത്തിന്റെ വാതിലുകൾ എന്ത് ചെയ്യണം? നീ അടക്കുക. എന്നിട്ട് പ്രയാസത്തിന്റെ ബാബുകളെ നീ തുറക്കുക. നമുക്ക് പറ്റോ സഹോദരങ്ങളെ അങ്ങനെ ജീവിക്കാൻ? ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് നീ ജീവിക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള സ്വാലിഹായ മനുഷ്യരിൽ നിനക്ക് പെടാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് മഹാനവറുകൾ പറയുകയാണ്, പ്രതാപത്തിന്റെ കവാടങ്ങൾ നീ അടക്കുക. എളിമത്വത്തിന്റെ വാതിൽ നീ തുറക്കുക. നമ്മളൊക്കെ ജീവിക്കുന്നത് എത്രമാത്രം പ്രതാപങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുമോ ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മഹാനവറുകൾ പറയാണ്, എളിമത്വത്തിന്റെ വാതിൽ നീ തുറക്കുക. അല്ലാഹു തആല നിനക്ക് പ്രതാപം തരുമ്പോഴും വിനയാന്വിതനായിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാൻ നിനക്ക് കഴിയണം. അഭിവാഹിതങ്ങൾ എല്ലാ അധികാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും എളിമത്വത്തോടു കൂടി കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പ്രയാസമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. മഹാനവറുകളെ വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവിടുന്ന് പറയുന്നു, തുഹല്ലിക്കു, നീ കൊണ്ടുവരേണ്ടത് തുഹല്ലിക്കു ബാബർ റാഹത്തി, സന്തോഷത്തിന്റെ വാതിലുകള്, സന്തോഷത്തിന്റെ വാതിലുകള് നീ അടക്കുക. എന്നിട്ട് കഷ്ടപ്പാടിന്റെ വാതിലുകള് നീ തുറക്കുക. എപ്പോഴും നമുക്ക് റാഹത്ത് വേണം, അല്ലേ? അല്ലാഹു തആല അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാണ്ട്, പഠിച്ചോ ഞങ്ങൾക്ക് റാഹത്ത് തരണേ. അങ്ങനെ ജീവിതത്തിൽ റാഹത്ത് വരുമ്പോൾ, സന്തോഷങ്ങൾ വരുമ്പോൾ, സമാധാനങ്ങൾ വരുമ്പോൾ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ മഹാനായ വലിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ മുഅ്മിനായ മനുഷ്യന് നൽകുമല്ലോ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ആ പ്രയാസങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അതിജീവിക്കുമ്പോൾ നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹുവിൽ നിന്ന് വലിയ സന്തോഷം കിട്ടും. അതുകൊണ്ട് മോനെ, റാഹത്തിന്റെ അവസരങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നു വരുമ്പോ കഷ്ടപ്പാടിന്റെ വാതിലുകള്, ആ വാതിലുകളാണ് നിനക്ക് മുമ്പിൽ തുറക്കപ്പെടേണ്ടത്. വീണ്ടും മഹാനവറുകൾ പറയുകയാണ്, ഉറക്കത്തിന്റെ വാതിലുകള് നീ അടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇത്തിരി സമയം കിട്ടി അപ്പൊ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കും. എത്ര ഉറങ്ങിയാലും നമുക്ക് മതി വരൂല. മഹാനവറുകൾ പറയാണ്, നീ പതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലാഹുവിന് വേണ്ടി നീ പൊട്ടിക്കരയുക. എന്നാൽ നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെടാൻ സാധിക്കും. അഞ്ചാമതായിട്ട് മഹാനവറുകൾ പറയാണ്, ഐശ്വര്യത്തിന്റെ വാതിലുകള് നിന്റെ മുമ്പിൽ അടക്കപ്പെടുക. എന്നിട്ട് ദാരിദ്ര്യത്തിന്റെ വാതിലുകൾ നീ തുറക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന 3 തരത്തിലുള്ള അനുഗ്രഹമുണ്ട് സഹോദരങ്ങളെ. ഈമാൻ ഉണ്ടെങ്കിൽ ഈ 3 ഗുണത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ വിജയിച്ചു പോയി. 3 കൂടി വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ഒന്ന് മിൻ ഖില്ലത്തിൻ ഔ മറദിൻ ഔ ദില്ലത്തിൻ. ഒന്ന് മിൻ ഖില്ലത്തിൻ, ദാരിദ്ര്യം വരിക. ദാരിദ്ര്യം, ഫഖർ, അത് വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണല്ലോ. ആ അവസ്ഥ, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ നിനക്ക് വരിക, എന്നിട്ട് നീ ആ അവസ്ഥയിൽ നീ ക്ഷമിക്കുക. അതുപോലെ തന്നെ രോഗം വരിക, കഠിനമായ രോഗങ്ങൾ വന്നു, ആ രോഗത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ കഴിയാതെ വരുമ്പോഴും ക്ഷമിക്കുക. അതേപോലെ തന്നെ നിസ്സാരത, ജനങ്ങളുടെ ഇടയിലൊന്നും ഒരു വിലയില്ലാതാവുക, ആളുകളുടെ ഇടയിൽ വിലയില്ലാതാവുക എന്നുള്ള തോന്നിവാസം ചെയ്തിട്ടുള്ള കാര്യമല്ല പറയുന്നത്. വ്യഭിചാരം, അതുപോലെ കള്ളുകുടിച്ച് നടക്കുന്നതിനൊരു വില ഉണ്ടാവൂല, അതല്ല പറയുന്നത്. അല്ലാതെ ആളുകളുടെ ഇടയിൽ ഒരു വിലയില്ലാതിരിക്കുക. ആ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഈമാൻ ഉണ്ടെന്നതിന്റെ തെളിവാണ്. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ മഹാനവറുകൾ പറയുകയാണ്, അതുപോലെ ദാരിദ്ര്യത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കുക. ഇത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ പെടാനുള്ള കാരണമാണ്. അവസാനമായി 6ാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു, ഭൗതികമായ ലോകത്തിന്റെ ശൂലുകളിൽ പെട്ടുകൊണ്ട് നീ ജീവിക്കുമ്പോൾ, ദുനിയാവിന്റെ തിരക്കുകൾ, ദുനിയാവിന്റെ അമലുകളിൽ പെട്ടുകൊണ്ട് നീ ജീവിക്കുന്ന സമയത്ത് ഇസ്തിഅദാദുൽ മൗത്ത്, മരണത്തെ പറ്റിയുള്ള ചിന്ത നിന്റെ മുമ്പിലേക്ക് വന്നിട്ട് നീ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ പെടാം, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിനക്ക് പെടാമെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 9ഓളം അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാകും. മഹാനായ ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാത്മാക്കൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഗുണഗണങ്ങളെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ 9 കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ആരിഫാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ 9 ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ വഫാത്തിന്റെ ദിനത്തിലാണ് നമ്മളുള്ളത്. അവിടുത്തെ സ്മരിക്കുമ്പോൾ പാരാഭാരം പോലെ പ്രവിശാലമായി ഭൂമികയുടെ ചുറ്റുഭാഗത്തുള്ള നിഖില മേഖലകളിലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളുകൾ അവിടുത്തെ അവതാരങ്ങളും പ്രകീർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ, അവിടുത്തെ സ്മരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവന്റെ ജീവിതത്തെ നമ്മൾ പറയുമ്പോൾ അവിടെ നിന്ന് ഈ എല്ലാ ലക്ഷണങ്ങളും ഉള്ളവരായിരുന്നു. ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഉന്നതമായ സ്വഭാവങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞത്. ആത്മീയമായ കുലപതികളായ മഹാത്മാക്കൾ ഈ ലക്ഷണങ്ങളുള്ളവരായിരുന്നു. ഒന്ന് അത്തൗബ, പാപമോചനം, പ്രായശ്ചിത്തം. പാപമോചനം നടത്തുക, അള്ളാഹുവിനോട് തെറ്റുകളിൽ നിന്നുള്ള പ്രായശ്ചിത്തമായിട്ട് എപ്പോഴും അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. بالندامة مقلعا وبعزم ترك الذنب فيما استقبلا. ദർസിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് മീസാനോദി അങ്ങ് തുടങ്ങിയിട്ട് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്ക് ഉസ്താദുമാര് അദ്കിയ എന്ന് പറയുന്ന കിതാബ് ഓതി തരും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പൊന്നാനിയിലെ മഹാത്മാവ് എഴുതിയിട്ടുള്ള കിതാബാണ്. ആ മഹാത്മാവിന്റെ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ തൗബയുടെ ഒരു ബാബുണ്ട്. അതിൽ പറയുന്നതായി കാണാം, സൂഫിയായിട്ടൊരു മനുഷ്യൻ ആത്മീയ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോ അതിന്റെ ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് തൗബയാണ്. പ്രായശ്ചിത്തം, തെറ്റുകളിൽ നിന്നുള്ള പ്രായശ്ചിത്തം, അല്ലാഹുവോട് തൗബ ചോദിക്കുക. തെറ്റുകളിൽ നിന്നുകൊണ്ട് പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. രണ്ടാമത്തേത് കനാഅത്ത് എന്ന് പറയുന്ന ലക്ഷണമാണ്. ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുക. വസ്ത്രമാണെങ്കിലും അതുപോലെ വാഹനമാണെങ്കിലും അള്ളാഹു തന്ന ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുക. അതായത് വലിയ വലിയ നമുക്കൊക്കെ യൂസുഫ് അലി ആവണമെന്ന് പറഞ്ഞാൽ നടക്കോ?
നമുക്കൊക്കെ അംബാനി ആവണമെന്ന് പറയാൻ നടക്കുമോ? അള്ളാഹു തന്ന ആ സമ്പത്ത് കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക, അത് നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടാൻ സാധിക്കുക. മൂന്നാമത്തെ ഗുണം മഹാനായ ഇമാം ഷെറാനി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സുഹ്ദ്, പരിത്യാഗം, സർവസംഗ പരിത്യാഗം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്നാണ്, അല്ലാഹുമ്മ സഹിദ്നി ഫിദ് ദുനിയ വറഗ്ബിനി ഫിൽ ആഖിറ. നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കേണ്ട ഒരു ദുആയാണ്, അല്ലാഹുവേ ദുനിയാവിനോടുള്ള ആ ഒരു പരിത്യാഗം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ സഹിദ്നി ഫിദ് ദുനിയ വറഗ്ബിനി ഫിൽ ആഖിറ. ആഖിറത്തിനോടുള്ള റഗ്ബത്ത്, അതിനോടുള്ള അലച്ച, അതിനോടുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. മുത്തുനബിന്റെ ദുആയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ സാഹിദാവ എന്ന് പറഞ്ഞ അത് വലിയൊരു കാര്യമാണ്, പരിത്യാഗം. ദുനിയാവിൽ ജീവിക്കുമ്പോൾ, ദുനിയാവിന്റെ ആ ശൂറുകളിൽപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഇച്ഛകള്, ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് മാറ്റിവെക്കുക, പരിത്യാഗിയായി മാറുക. അതുപോലെ തന്നെ മഹാനവറുകൾ നാലാമതായി പറയുകയാണ്, തഅല്ലുമുൽ ഇൽമി ശർഇയ്യ, ശരീഅത്തിന്റെ ഇൽമുകൾ പഠിക്കുക. ആത്മീയമായ വിജ്ഞാനം നേടുമ്പോഴാണ്, ദീനിയായ നിയമങ്ങൾ പഠിക്കുമ്പോഴാണ്, നിസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെ പറ്റി പഠിക്കുമ്പോഴാണ് ഒരാൾ ആത്മജ്ഞാനിയായി മാറുന്നത്. ആദ്യമായിട്ട് ഇൽമിന്റെ ബാബുകള്, ഹസ്ബിയായ ഇൽമ പഠിച്ചുകൊണ്ട് നേടുമ്പോൾ അതിനുശേഷം മഅരിഫത്തിന്റെ ഇൽമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു നൽകും. ആ വഴിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ ലദുനിയായ ഇൽമ അല്ലാഹു തആല നൽകും. അപ്പോൾ മഹാനായ ഇമാം തങ്ങൾ പറയുകയാണ്, നീ വലിയാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള ഗുണമാണ് തഅല്ലുമുൽ ഇൽമ ശർഇയ്യ, ശരീഅത്തിന്റെ ഇൽമുകൾ പഠിക്കുക. അതിനുശേഷം അവിടുന്ന് പറയുന്നു, അൽ മുഹാഫളതു അലാ സുനൻ, ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഇത്തിബാഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്തുകളെ എത്രമാത്രം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പറ്റുമോ ആ സുന്നത്തുകളെ നീ ഇത്തിബാഉ ചെയ്യുക. വുദൂ ചെയ്യുന്ന സമയത്ത് ഓരോ സുന്നത്തുകൾ, നമ്മളിൽ എത്ര പേരുണ്ട് സഹോദരങ്ങളെ തല മുഴുവൻ തടവുന്നവർ? എത്ര പേരുണ്ട്? ഓരോ സുന്നത്തുകളും പോകാതെ നമ്മൾ ആ സുന്നത്തുകൾക്ക് അനുസൃതമായിട്ട് വുദൂ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? നമസ്കാരത്തിൽ നമ്മൾ എത്രമാത്രം സുന്നത്തുകൾ നോക്കാറുണ്ട്? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ മാക്സിമം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ആറാമതായി പറയുന്നു, അത്തവക്കുൽ, എല്ലാം റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക, പരമേൽപ്പിക്കുക. പല സ്ഥിതികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണതല്ലേ. ഇത്രയ്ക്ക് പ്രയാസം വന്നു, എന്തെല്ലാം ഇടങ്ങേറുകൾ, ലോകം മുഴുവൻ അവർക്കെതിരായി നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൽ അവർ പരമേൽപ്പിക്കുകയാണ്. അപ്പോ അവർ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യന്മാര് കൊണ്ടുവന്ന് കൊടുക്കാൻ, അതിനെയൊക്കെ തടഞ്ഞു നിർത്തുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ ആ മനുഷ്യർക്ക് ഒരു പ്രയാസമല്ല. മക്കള് മരിച്ചുപോയി, എന്തെല്ലാം പ്രശ്നം, പക്ഷെ ഇപ്പോഴും അവരുടെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടോ, എന്ത് രസാ കാണാൻ. അത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. അപ്പോൾ ഒരാള് വലിയാവാൻ ഉദ്ദേശിക്കുമ്പോ അയാൾ ആദ്യമായി ചെയ്യേണ്ടതാണ് അല്ലാഹുവിലേക്ക് ഒരാൾ തവക്കുൽ ചെയ്താലോ, അല്ലാഹു തആല വിചാരിക്കാത്ത രൂപത്തിൽ അവന്റെ റിസ്കുകളും എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് തആല പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഏഴാമതായിട്ട് മഹാനവറുകൾ പറയുന്നു, ഇഖ്ലാസ് ഉണ്ടാവുക, ആത്മാർത്ഥത. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ആത്മാർത്ഥത ഉണ്ടാവുക, മറ്റുള്ളവരെ കാണിക്കാന്നുള്ളതല്ല, എന്തായാലും ചെയ്യാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ നിസ്കരിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മുമ്പിൽ ഒരാൾ നിൽക്കുമ്പോൾ അതൊരു ഒട്ടകമാണെന്ന് നീ കരുതിയാൽ മതി. ഒരു ഒട്ടകത്തെ പോലെ കരുതിയാൽ മതി. ഒരു ഒട്ടകത്തിന്റെ അടുത്ത് നിസ്കരിക്കണം നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നൂല. ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാരുണ്ടാവും, മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്കരിക്കും ഭയങ്കര ഉറക്കം, വലിയ സൂറത്ത്, ചിലപ്പോൾ മഗ്‌രിബിലൊക്കെ വന്നിട്ട് വലിയ സൂറത്തുകൾ ഓതുന്ന കാണാം. ആൾക്കാരറിയിക്കുക എനിക്ക് ഇത്ര ഹിഫ്ദുണ്ട് എന്ന് അറിയിക്കാൻ. നമ്മുടെ മനസ്സിൽ നിയ്യത്ത് നന്നാവാതെ ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവണം. ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥത അല്ലാഹു തആല നമുക്കൊക്കെ ആത്മാർത്ഥത തരുമാറാകട്ടെ. നമുക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട്, അല്ലാഹു തആല അതൊക്കെ നികത്തി തരുമാറാകട്ടെ. അതുപോലെ തന്നെ അടുത്തതായി അൽ അസ്ലത്തു, ഏകാന്തത ഉണ്ടാവുക.
ഏകാന്തത അള്ളാഹുവിൻ്റെ വലിയാവാൻ ഒരാൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അയാൾ ഏകാന്തതയെ കൂടുതലായി ഇഷ്ടപ്പെടണം. കിട്ടണ സമയങ്ങളിലൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഏകാന്തത നമുക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് ബോറടിയാണ് അല്ലേ. ഒന്നില്ലെങ്കിലും ആ സമയമൊക്കെ നമ്മൾ മാക്സിമം മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. ഏകാന്തനായിരുന്നിട്ട് റബ്ബിനെ ചിന്തിക്കണം സഹോദരങ്ങളെ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മഹാത്മാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആ വലിയ തത്വജ്ഞാനത്തിന്റെ കലവറകൾ അള്ളാഹു തആല തുറന്നു നൽകുന്നത്. ഹൽവത്തിരിക്കാന്ന് പറയും. 40 ദിവസമൊക്കെ പോയി മഹാന്മാരായ ആളുകൾ ഏകാന്തവാസം ഇരിക്കുമായിരുന്നു. പ്രത്യേകമായ ഒരു പരിശീലനമായിരുന്നു അത്. സൂഫി മേഖലകളിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആത്മജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് റിയാദകൾ വിടാൻ പറയും. പല കാര്യങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാദയുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മ 99 ഇസ്മുകൾ. ആ 99 ഇസ്മുകൾ 99 പ്രാവശ്യം അങ്ങനെ 99 ദിവസം കൊണ്ട് ചെല്ലട തീർക്കണം. അസ്മാഉൽ ഹുസ്നയുടെ റിയാദയാണ്. അപ്പോൾ മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കണം. ഇങ്ങനെ 99 ദിവസം ചെയ്തു തീർക്കുക അസ്മാഉൽ ഹുസ്ന എന്ന റിയാദ്. അങ്ങനെ ഒരുപാട് റിയാദകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നാം വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഏകാന്തവാസം, ഒരാൾ അള്ളാഹുവിന്റെ വലിയാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏകാന്തരായിട്ടിരിക്കുക, റബ്ബിനെ പറ്റി ഇങ്ങനെ ഫിക്റിലായിട്ടിരിക്കുക. അതേപോലെ തന്നെ മഹാനവറുകൾ പറയാണ്, 9ാമതായിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അൽ ഹിഫ്ളുൽ ഔഖാത്ത്, സമയക്രമീകരണം ഉണ്ടാവുക. ജീവിതത്തിൽ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവുക, തോന്നുന്നത് പോലെ ജീവിക്കുക. അതല്ല പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടാക്കണം. നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ദുഹാ നമസ്കരിക്കും, കൃത്യമായിട്ട് സുബഹിക്ക് മുമ്പ് നേരത്തെ എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അതുപോലെ നിശ്ചിതമായ ഒരു ഔറാദുകൾ നമ്മൾ പതിവാക്കുക. അതിങ്ങനെ ജീവിതത്തിലെ ആ ഒരു ചിട്ടയിൽ ഇന്നും ഞാൻ കണ്ടു. ദുഹാന്റെ സമയമാകുമ്പോൾ പള്ളിയിൽ വന്നപ്പോൾ നേരത്തെ ആളുകൾ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, വെള്ളിയാഴ്ചയായിട്ട് എത്ര നേരത്തെ വന്നിരുന്നു. അപ്പൊ എന്താ അവർ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി വന്നതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ ഒരു ചിട്ടവട്ടങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 9 കാര്യങ്ങൾ പതിവാക്കുക കഴിഞ്ഞാൽ ആ മനുഷ്യന് എന്തുണ്ടാവും പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ വലിയാകാൻ സാധിക്കും. മഹാനായ അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ കാണാം. 27 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇനി എന്ത് ഏകൽക്കേ ോരയിരുന്നോവർ. 25 ആണ്ട് മഹാനവറുകൾ 25 കൊല്ലം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ഗസാലി ഇമാമിന്റെ ചരിത്രം പറഞ്ഞതുപോലെ അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയുമായി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ മഹാനവറുകള് ബുർജുൽ അജൽ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ ചെന്നുകൊണ്ട് മഹാനവറുകള് 11 വർഷം ഒരു പുതപ്പിന്റെ കീഴിലിരുന്നു കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. ആലോചിക്കണം സഹോദരങ്ങളെ, വെറുതെ എത്തിയ പദവിയല്ല. 50 വർഷം ഇൽമു പഠിച്ചു. 51ാമത്തെ വയസ്സായപ്പോഴാണ് മഹാനവറുകള് അത്രയും വർഷം ഇൽമിങ്ങനെ പഠിച്ചു. പിന്നെ മുദരിസായിട്ട് സേവനം ചെയ്യുന്നു. 11 വർഷം മഹാനവറുകള് ഏകാന്തനായ ഒരു ബിൽഡിങ്ങിൽ അള്ളാഹുവിൽ ലയിച്ചിങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ട് മഹാനവറുകൾ നേടിയെടുത്തതാണ് ആ വലിയ പദവി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പള്ളിയിൽ ചെന്നു. ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് ഇഖ്ലാസ് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ഏകാന്തവാസമാണ്. അയാൾക്ക് ഏകാന്തനായി എവിടെയെങ്കിലും പോയി നിസ്കരിക്കുന്നതാണ് അയാൾക്ക് ഇഖ്ലാസ് കിട്ടുന്നതെങ്കിൽ ഫുഖാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ പള്ളിയിൽ വരുമ്പോൾ നിസ്കരിക്കാൻ ഒരു ഇഖ്ലാസ് കിട്ടുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് എങ്കിൽ അയാൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ നല്ലത്. ഇനിയിപ്പോൾ നാളെ മുതൽ എല്ലാവരും വീട്ടിലേക്ക് ആക്കണ്ടാട്ടോ, ഉസ്താദാ പുതിയ മസല വരണമെന്നൊന്നും പറഞ്ഞുകൂടെ. പള്ളിയിൽ വരാതിരിക്കാനുള്ള മസലല്ല, നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഫുഖാക്കൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ജബൽ ഖുബൈസ് എന്ന് പറയുന്ന മക്കയിൽ നിന്ന് രാജാവിന്റെ ബിൽഡിംഗ് നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ വരെ മഹാന്മാരായ ഇമാമികൾ അവിടെ ഹൽവത്തിലായിരുന്നു, ഏകാന്തവാസത്തിൽ ഇരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹു തആല ജഅലൽ അൻഫാസ റാഹത്തൻ ലിഔലിയായിഹി, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ചിന്തിക്കുമ്പോഴാണ്. അൻഫാസിയായ ദിക്ർ, മഹാന്മാരൊക്കെ എപ്പോഴും അൻഫാസിയായ ദിക്റുകൾ പതിവാക്കുന്നവരായിരുന്നു. കാരണം
ബാത്റൂമിൽ പോകുമ്പോൾ സാധാരണ നാവ് കൊണ്ട് ദിക്ർ ചെല്ലാൻ പറ്റൂല. അപ്പൊ മനസ്സുകൊണ്ട്, കൽബ് കൊണ്ട് നോക്കി എങ്ങനെ ഇരിക്കും? മനസ്സുകൊണ്ട് അവരിങ്ങനെ ദിക്റല്ലായിരിക്കും. അല്ലാ അല്ലാ അല്ലാ. ആത്മജ്ഞാനികൾ അൻഫാസിയായ ദിക്റുകൾ പതിവാക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് കൂടുതലായി ലയിക്കുക. ഓരോ ഔലിയാക്കൾ ഓരോ നാട്ടിൽ വരുമ്പോ ഇമാറത്തിൽ ബിലാദി വൽ ഹിദായത്തിൽ ഇബാദ്, ആ ഔലിയാക്കളെ കൊണ്ട് ആ നാടങ്ങട് വെളിച്ചാവും, ആ നാട് അങ്ങോട്ട് വെളിച്ചമാകും. അതുപോലെ അവരെ ലക്ഷ്യം വെക്കുന്ന ആളുകൾ വൽ ഹിദായത്തിൽ ഇബാദ്, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ ഹിദായത്തിലായി പോകുമായിരുന്നു. ഏതെങ്കിലും ജീവിതത്തിൽ ഒരു വലിയനെങ്കിലും കണ്ടിട്ട് അവരുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, രക്ഷപ്പെട്ടു പോകും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 10ാമത്തെ വയസ്സിൽ വന്ന് റസൂലുള്ളാഹിന്റെ കൂടെ കൂടി. അങ്ങനെ ഉമ്മു സുലൈം എന്ന് പറയുന്ന അവിടുത്തെ ഉമ്മ വന്ന് എൻ്റെ മോന് വേണ്ടിയിട്ട് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ദുആയാണ്, അല്ലാഹുമ്മ അക്സിർ വലദഹു, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വതുബിൽ ഉംറഹു. അല്ലാഹുവേ, എൻ്റെ അനസിന് നീ മുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, എൻ്റെ അനസിന് റബ്ബേ നീ ധാരാളം മക്കളെ കൊടുക്കണേ റബ്ബേ, എൻ്റെ അനസിന് ആഫിയത്ത് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. 3 ദുആയ അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഹംസം വഇശ്രീനമിയ, മഹാനവറുകളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ മക്കള്, മഹാനവറുകൾ പറയുകയാണ്, 125 മക്കള്. ആ മക്കള് മഹാനവറുകള് അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത്രയും മക്കൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടെന്ന് മഹാനവറുകൾ പറയുന്നത്. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കള്. അതേപോലെ തന്നെ മഹാനവറുകൾ 102 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതുപോലെ ബസ്രയില് എല്ലാവരുടെയും പൂന്തോട്ടത്തിൽ കൊല്ലത്തിൽ 1 തവണയായിരുന്നു വിളവെടുപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൂന്തോട്ടത്തിൽ 2 തവണ വിളവെടുക്കുമായിരുന്നു. 102 വയസ്സ് വരെ ജീവിച്ചു. ഒരുപാട് മക്കളുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ഒറ്റ ദുആയ, ഏതെങ്കിലും ഒരു സാലിഹായ മനുഷ്യന്റെ ദുആ കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. പക്ഷേ നമ്മൾ സാലിഹ്യങ്ങളായിരിക്കണം. കള്ള ഔലിയാക്കളെ അടുത്ത് ദ്വാരക്കാൻ പറഞ്ഞാൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കൽ ഒരാൾ ചെന്ന് ദ്വാരക്കാൻ പറഞ്ഞു. കണ്ണിന് കാഴ്ച ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞപ്പോൾ വലത്തെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാള് ദ്വാരനോടി മറ്റേ കണ്ണിന്റെ വഴി കാഴ്ച പോയി. അപ്പൊ ഇതുപോലെ ആവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷൈറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചതെന്ന്, അതുപോലെ ഖവായിദുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലൊക്കെ കാണാം ഔലിയാക്കൾ അല്ലാഹുവിന്റെ വലിയാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്ന്. ഈ ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കാം. അല്ലാഹു തആല അവന്റെ മഹാന്മാരെ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.